ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഞാൻ മേടിച്ചിട്ടുള്ള പുതിയ കുക്കിംഗ് റേഞ്ചിൻ്റെ വിശേഷവുമായിട്ടാണ്. എൻ്റെ പുതിയ കുക്കിംഗ് റേഞ്ചിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എത്രത്തോളം ഈ കുക്കിംഗ് റേഞ്ച് ഇഷ്ടമായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു മാസമായി ഞാനിവിടെ കുക്കിംഗ് റേഞ്ച് മേടിച്ചിട്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളോട് എങ്ങനെയുണ്ട് എന്നൊക്കെ അഭിപ്രായം പറയാമെന്ന് കരുതി. ഇപ്പോൾ എനിക്ക് ഉപയോഗിച്ചിട്ട് ഇതിന് നല്ലൊരു അഭിപ്രായമാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു സാധനം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിന് 4 ബർണറാണുള്ളത്. ഒരു വലുതുണ്ട്, ഒരേ പുഴുത്ത 2 എണ്ണം ഉണ്ട്, പിന്നെ ഒരു ചെറുതുണ്ട്, ഒരു മീഡിയം. ഇത് വലുത്, 2 മീഡിയം, പിന്നെ ഒരു ചെറുത്. ഇങ്ങനെയാണ് ഉള്ളത്. സ്പാർക്കാണ് ഇത്. സ്പാർക്കിൻ്റെ സ്ഥലമാണ് കേട്ടോ. നമ്മൾ സ്പാർക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ സ്പാർക്ക് ഉണ്ടായിട്ടാണ് തീ കത്തുന്നത്. ഞാൻ നോബുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് നമ്മൾ ഗ്രില്ലിൻ്റെ ആണ്. ഇത് ഗ്രില്ലിൻ്റെ ആണ്. ഇത് പിന്നെ ലൈറ്റ്, ഈ ഗ്രില്ലിൻ്റെ ഉള്ളിൽ ലൈറ്റിനുള്ളതാണ്. അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. പിന്നെ ഇത് സ്പാർക്കിൻ്റെ സ്വിച്ചാണ്. പിന്നെ ഇത് ഗ്രില്ലിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഈ സൈഡിലോട്ട് തിരിക്കുകയാണെങ്കിൽ ഇത് ഗ്രില്ലിൻ്റെ ആണ് കേട്ടോ. ഇത് ഗ്രില്ലിൻ്റെ സൈഡാണ്. ഇങ്ങോട്ട് തിരിക്കുകയാണെങ്കിൽ ഗ്രില്ലാണ്. ഇപ്പുറത്ത് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് ഓവൻ്റെ സെറ്റിങ്സ് ആണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ഇത് ഈ കാണിച്ചിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റിലത്തെയാണ് കാണിച്ചിട്ടുള്ളത്. അതാണ്ടേ ഇതാണ് കേട്ടോ. ഇതായിട്ട് വരും, ആ വലുതായിട്ട് വരും. പിന്നെ ഇത് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഡൗൺ ആയിട്ടുള്ളത്. ഇത് അപ്പായിരുന്നു, ഇത് ഡൗൺ. ആ ഒരു സൈഡ് അന്നേരം കഴിഞ്ഞു. അത് രണ്ടാമത്തേൻ്റെത്. മൂന്നാമത്തേതെന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ കുക്കിംഗ് റേഞ്ചിൻ്റെ ഈ നാലാമത്തതിൽ ഡൗൺ ആണ് ഇത് കേട്ടോ. പിന്നെ അപ്പം ഞാൻ ഇനി ഗ്രില്ലിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. ഞാൻ അതിന് ഒരു ചിക്കൻ എടുത്ത് ഗ്രില്ല് ചെയ്യാനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഗ്രില്ലിന് വേണ്ടിയിട്ട് ഞാൻ ഈ പ്രീഹീറ്റ് ചെയ്യാനിട്ടേക്കാണ്. ഇപ്പോൾ ഇത് ഗ്രില്ലിൻ്റെ സൈഡാണ്. ഈ ഒരു സൈഡിലേക്കാണ് നമ്മൾ മാറ്റിയിട്ടിട്ടുള്ളത്. പിന്നെ ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഓവനാണ്. ഓവൻ്റെ ടെമ്പറേച്ചറാണ് കാണിച്ചിട്ടുള്ളത്. ഡിഗ്രി സെൽഷ്യസ് നമുക്ക് വെക്കാൻ സെറ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഇത് ടൈമറാണ്. ഇപ്പം പ്രീഹീറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകഭാഗം. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്നാണ് നമുക്ക് ഫയർ കൊടുക്കുന്നത്. ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഫയർ കൊടുക്കുന്നത്. അപ്പ് ഉണ്ട്, ഒരെണ്ണം ഡൗണും ഉണ്ട്. ഓവന് നമ്മൾ ഡൗൺ ആണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ അപ്പാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ നമുക്കിവിടെ നമ്മുടെ കറങ്ങുന്ന രീതിയിലുള്ള ഗ്രില്ലും ചെയ്യാം, അല്ലാതെ നമുക്ക് സ്റ്റാൻഡ് വെച്ചിട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് സ്റ്റാൻഡ് വെച്ചിട്ടാണ്. മറ്റേ രീതിക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് 1 hour ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗ്രില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ അകത്തിലുള്ള ട്രേയിൽ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ചിക്കനിൽ നിന്ന് വരുന്ന ഇതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് വീഴാൻ വേണ്ടിയിട്ട്, അതിൻ്റെ നെയ്യൊക്കെ ഒന്ന് ഉരുകി ഇറങ്ങുമ്പോഴും നമുക്ക് ഈ അലൂമിനിയം ഫോയിലോട്ടാണ് വീഴുന്നതെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ, പക്ഷേ അതാണ് നല്ലത് കേട്ടോ. അന്നേരം നമുക്ക് അത് ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല സുഖമായിരിക്കും. അപ്പം ഞാൻ ട്രേയിൽ അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഗ്രില്ലാണ് വെക്കുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് അതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ കമ്പികളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഇച്ചിരി എണ്ണയോ ബട്ടറോ നെയ്യോ ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് ഗ്രീസ് ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാനൊന്ന് ഗ്രീസ് ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ വെക്കുമ്പോഴത്തേക്കും ഗ്രില്ല് ചെയ്യുമ്പോൾ അത് ഒട്ടിപ്പിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ തന്നെ ഒരു 24 hours മുമ്പ് തന്നെ ഞാൻ ഈ ഒരു ചിക്കനിലേക്ക് മസാല എല്ലാം പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഇവിടെ ഗ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ പീസുകൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരേ ലൈനിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിരത്തിയൊക്കെ വെക്കാം കേട്ടോ. അപ്പം ഞാൻ നല്ലതുപോലെ ആ ഒരു ഫയർ വരുന്ന ഒരു രീതിക്ക് തന്നെയാണ് വെച്ചിട്ടുള്ളത്. കൂടുതലൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു രീതിക്കാണ് ഞാൻ ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനിപ്പോൾ കൈ വെച്ചാണ്, ക്യാമറ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓരോന്ന് വെച്ചിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്ട് ഞാൻ ചിക്കൻ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫയർ വരുന്ന അതേ പൊസിഷനിൽ താഴെയിട്ട് ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇച്ചിരി സ്പ്രെഡായിട്ട് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് നല്ലതുപോലെ ഒന്ന് അത് ഗ്രില്ലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ
ഫയറിൻ്റെ താഴെ തന്നെ വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു രീതിക്ക്. പിന്നെ മറ്റേത് കറങ്ങുന്ന രീതിക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഇതിങ്ങനെയാണ് ഗ്രില്ല് ചെയ്യാൻ നമ്മൾ വെക്കുന്നത്. അത് ഞാൻ ഗ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഗ്രില്ലിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തു. പിന്നെ ചിക്കൻ വെച്ചു. എൻ്റെ തൊട്ട് താഴെയുള്ള ട്രെയിൽ ഒരു 30 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുക്കായി കിട്ടും. വേണമെങ്കിൽ 20 മിനിറ്റ് നമുക്ക് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ അടച്ച് വെക്കുമ്പോഴത്തേക്കും അണഞ്ഞു പോകുന്നുണ്ടെന്ന് പലരും ഇങ്ങനെ പല വീഡിയോസിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂൺ ഇതുപോലെ ഇങ്ങനെ വെച്ച് അടയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് അണഞ്ഞു പോവാതിരിക്കും. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതങ്ങ് ഓഫായി പോകുന്നെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിരുന്നാൽ അത് ഓഫായി പോവില്ല. അപ്പോൾ തന്നെ ഇപ്പം തന്നെ അത് ഒന്ന് ചൂടടിച്ച് തുടങ്ങിയപ്പോൾ ഇറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ടൈം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. 30 മിനിറ്റാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് നമുക്കിനി 30 മിനിറ്റ് അപ്പുറത്തെ സൈഡും കൂടി ഗ്രില്ല് ചെയ്തെടുക്കാം. എനിക്ക് പിന്നെ ഇതിൽ ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനിതൊന്ന് കാണിച്ചു തരാം. ഇത് ഓരോന്നായിട്ട് നമുക്ക് ഊരി തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഞാനിങ്ങനെയാണ് ക്ലീൻ ചെയ്യാറ്. ഇത് ഇത്രയും വരെ നമുക്ക് ഊരിയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതാണ്ട് ഇതേപോലെ ഒരു ലോക്ക് പോലുണ്ട്. അതിൽ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. ഇതിൽ വൈറ്റിൽ ഒരു ഹോളുണ്ട് കേട്ടോ. അത് ഈ ഹോളിൽ കറക്റ്റായിട്ട് നമ്മളിതാ ഇട്ട് കൊടുക്കണം. എന്നാലേ അതിരിക്കും. കൂടാതെ പിന്നെ അതുപോലെ നമുക്ക് ഈ ഓരോ ബർണറും അതുപോലെ നമുക്ക് ഊരിയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നല്ല സുഖമാണ്. പിന്നെ ഇത് എനിക്ക് മറിഞ്ഞിതുവരെ വീണിട്ടില്ല. ഈ ഗ്ലാസിൻ്റെ ഇത് നല്ല ഇതായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അത് മറിഞ്ഞൊന്നും വീഴില്ല. ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എപ്പോഴും നമ്മൾ ഗ്യാസ് അടുപ്പ് നനങ്ങിയാൽ ചിലപ്പം അശ്രദ്ധ കൊണ്ട് വീഴാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്കിതുവരെയും അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഒരു സൈഡ് ആയിട്ടുണ്ട്. ഞാൻ അന്നേരം ഇടക്കൂടി ഒന്ന് ചിക്കനിലേക്കൊന്ന് എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എണ്ണ കുറച്ച് തൂത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്ട് ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിനി അത് മറിച്ച് വെച്ചിട്ട് അടുത്ത സൈഡും കൂടെ ആക്കി കൊടുക്കാം. 20 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ചിക്കൻ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുക്കായി കിട്ടാം. ഞാൻ മറ്റേ രീതിക്ക് ചെയ്യുമ്പോൾ വിത്ത് സ്കിന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് 1 അവർ എടുത്തത്. അപ്പോൾ അതാണ്ട് ഒന്ന് മറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 20 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഈ ഒരു സൈഡും കൂടി ഒന്ന് 20 മിനിറ്റ് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ടൈമർ അടിച്ചപ്പോഴാണ് ഞാൻ ഓടി വന്നത്. അപ്പോൾ ഗ്രില്ലിനെ നമുക്ക് ഓഫ് ചെയ്യാം. നല്ല ചൂടുണ്ട്. ഇച്ചിരി ഹീറ്റ് ആവുന്നുണ്ട് കേട്ടോ. നോബുകൾ ചെറുതായിട്ടൊന്ന് ഹീറ്റ് ആകും. അത് എല്ലാവരോടും ഞാൻ തിരക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ കുക്കിംഗ് റേഞ്ചിലും അങ്ങനെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അന്വേഷിച്ചത്തോളം അങ്ങനെയാണ് അറിഞ്ഞത്. അപ്പോൾ അതാണ്ട് നമ്മുടെ തീയൊക്കെ ഞാൻ ഓഫ് ചെയ്തായിരുന്നു. പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും കരിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. ഒരുപാട് കരിഞ്ഞൊന്നും പോയിട്ടില്ല. അത് കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്തിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുണ്ട് ചിക്കൻ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കുക്കിംഗ് റേഞ്ചിനെ കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ ഇത്രയൊക്കെയാണുള്ളത്. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അന്നേരം ഞാനാണെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കമൻറ്റിലൂടെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ്ട് ചിക്കൻ ഇങ്ങനെയാണ് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. മറ്റൊരു രീതിയിലുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് വീഡിയോ ഡ്യൂറേഷൻ ആവുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അന്നേരം കമൻറ്റിലൂടെ റിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ആയിട്ടും ചെയ്യുന്നതായിരിക്കും.